വർഷമായ 2025 നമ്മളെ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ തിരുസഭ നമ്മെ വിളിച്ചിരിക്കുന്നു. അതിനായി സഭ നമുക്ക് നൽകിയ മനോഹരമായ ഈ ലോഗോ എന്താണെന്ന് കണ്ടാലോ? വാ കൂട്ടുകാരെ, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന 4 മനുഷ്യരെ കണ്ടോ? ഇവർക്ക് 4 നിറങ്ങളാണ്. 4 ദിക്കുകളിൽ നിന്നും വരുന്ന ഇവർ വ്യത്യസ്ത വർണ്ണങ്ങളിലും വർഗങ്ങളിലുമുള്ളവരാണ്. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, യേശുവിൽ നാം ഒന്നാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 4 മനുഷ്യരുടെ അടിയിൽ തിരമാല കണ്ടോ? അതായത് നമ്മുടെ ജീവിതം നിശ്ചലമായ ജലാശയം പോലെയല്ല, ഇളകി മറിയുന്ന കടൽ പോലെ നമ്മുടെ ജീവിതവും ഇളകി മറിയും എന്ന് സൂചിപ്പിക്കുന്നു. അതാ അവിടെ ഒരു കുരിശ് ഉയർന്നു നിൽക്കുന്നു. അതിനടിയിലായിട്ട് ഒരു നങ്കൂരം കടലിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നങ്കൂരം ഉറപ്പിൻ്റെ അടയാളമാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്നാൽ ഏത് പ്രശ്നം വന്നാലും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഇത് ഉറപ്പ് നൽകുന്നു. അതാ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ ഈശോയുടെ മനുഷ്യാവതാരം നടന്നതിൻ്റെ 2025 വർഷങ്ങൾ പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായാണ് ഈ ജൂബിലി വർഷം നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് ഈ തിരുക്കുടുംബം ഇവിടെയുള്ളത്. ഈ ലോഗോ ഉണ്ടാക്കുന്നതിനായി ഒരു മത്സരം തിരുസഭ നടത്തിയിരുന്നു. ആകെ 294 ചിത്രങ്ങൾ സഭയ്ക്ക് ലഭിച്ചു. 6 വയസ്സ് മുതൽ 83 വയസ്സ് വരെ പ്രായമുള്ള ചിത്രകാരന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ പ്രത്യാശ നിറം കെട്ടുപോയ നമ്മുടെ ജീവിത നിമിഷങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. മരണത്തിനപ്പുറം നിത്യതയുടെ തീരത്തേക്ക് നമ്മളെ ഈ ജൂബിലി എത്തിക്കട്ടെ. 1-ാം ക്ലാസ്സിലെ ഈ കുരുന്നുകൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഉയരുന്നൊരു നാളം പോലൻ പ്രത്യാശ, തവ സന്നിധി തേടി ഉയർന്നീടണേ മമഗാനം. അനർഗളമൊഴുകും ജീവൻ ഉറവയേ, ജീവിത വഴിയേ നീ ശരണം പ്രഭുവേ. ഉയരുന്നൊരു നാളം പോലൻ പ്രത്യാശ, തവ സന്നിധി തേടി ഉയർന്നീടണേ മമഗാനം. അനർഗളമൊഴുകും ജീവൻ ഉറവയേ, ജീവിത വഴിയേ നീ ശരണം പ്രഭുവേ. നാനാദേശഭാഷ മാനവരെല്ലാം കാണൂ നിൻ തിരുവചസിൽ തേജസുനാഥ. നാനാദേശഭാഷ മാനവരെല്ലാം കാണൂ നിൻ തിരുവചസിൽ തേജസുനാഥ. ചിതറിയ നിൻ സുതരെന്നും സകലേശ, പ്രിയസുതനിൽ വീടണയുന്നു സാമോദം. പ്രിയസുതനിൽ വീടണയുന്നു സാമോദം. ഉയരുന്നൊരു നാളം പോലൻ പ്രത്യാശ, തവ സന്നിധി തേടി ഉയർന്നീടണേ മമഗാനം.